ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു യാത്ര പോവാം കേട്ടോ. അതായത് നമ്മുടെ യൂട്യൂബിൽ കമൻറ്റ് ഇട്ട ഒരാളുടെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണേ. അപ്പോൾ നമുക്ക് ആലപ്പുഴ വരെ പോകണം. പിന്നെ നമുക്ക് നേരെ ബസ്സിന് പോകാം, അല്ലയോ? എന്തായാലും അവരുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് അവരെ കാണാം, അല്ലേ? പോകാം. അപ്പോൾ നമ്മൾ ആലപ്പുഴയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കായംകുളത്ത് നിന്നിറങ്ങി അവിടുന്ന് അടുത്ത ബസ്സിൽ കയറി ആലപ്പുഴ തൃശ്ശൂർ ബസ് ഇതിനായിരുന്നു തോന്നുന്നു. അപ്പോൾ നമ്മൾ ആലപ്പുഴയിലോട്ടുള്ള യാത്രയിലാണ്. നങ്ങ്യാർകുളങ്ങര എത്തിയ സമയത്ത് ബസ് ഇവിടെ നിർത്തിയിട്ടേക്കുവാ. നോക്കിക്കേ, പോകും ബസ് നിർത്തിയിട്ടേക്കുവാ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി ബസ് പോകത്തുള്ളൂ. കാരണം നമ്മുടെ ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. ചൂടായത് കാരണം നമ്മുടെ ബസ്സിലുള്ള മിക്ക ആൾക്കാരും പുറത്തിറങ്ങി കഴിഞ്ഞാൽ, കാരണം 20 മിനിറ്റ് കൂടെ ബസ്സിനകത്തിരുന്ന് കഴിഞ്ഞാൽ ഒഴുങ്ങിയെടുക്കും. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂർ ഇനിയും യാത്ര ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പോയല്ലേ പറ്റൂ. നമുക്ക് അവരെ കണ്ടുപിടിക്കണമല്ലോ, നമ്മുടെ ആവശ്യമായി പോയില്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ യൂട്യൂബിൽ കണ്ടിട്ട ആൾക്കാരെ തിരക്കി പിടിച്ച് അവരുടെ വീട്ടിലോട്ട് പോവുക. അതിനിടയ്ക്ക് താണ്ട അപ്പൂന് വെള്ളം വേണമെന്ന്, ചൂടായി. ഇനി വഴിനീളം അങ്ങോട്ട് വെള്ളം കുടിച്ച് പോകും. നമ്മൾ ബസ് നിർത്തിയിട്ടിരുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ഹോട്ടലുണ്ട്. അവിടെ പോയി അവൻ വെള്ളം മേടിച്ചുകൊണ്ട് വരട്ടെ. എന്തൊക്കെയാ, ലസ്സിയോ നോക്കട്ടെ. ലസ്സിയും ലേസും മേടിച്ചുകൊണ്ട് വന്നു. 2 എല്ലാന്നല്ലോ. അങ്ങനെ നമ്മൾ ആലപ്പുഴ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഇറങ്ങി കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് അടുത്ത ബസ് കയറണം. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് തന്നെ നല്ല രസമാണ്. ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് തന്നെ ബസ്സിൽ വരുമ്പോൾ, എറണാകുളത്ത് പഠിക്കുന്ന സമയത്ത് ആലപ്പുഴയാണെന്ന് അറിയുന്നത് ഈ സംഭവം കാണുമ്പോഴത്തേക്കാണ്. അവർ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയത് 2ാമത്തെ വെള്ളമായി. നമ്മൾ 2 ബസ്സൊക്കെ കയറി ലാസ്റ്റ് ഡേ ഓട്ടോയിൽ അവരുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അവരെ കാണും. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവരെ കണ്ടിട്ട് ഓക്കെ. നമ്മൾ ഫൈനലി തന്നെ ആളിനെ കണ്ടുപിടിച്ചേട്ടോ. അപ്പോൾ നമുക്ക് അവരുടെ വീട്ടിലോട്ട് പോകാം. ബാക്കിയുള്ളവരുടെ വീട്ടിൽ പോയിട്ട് കൊടുക്കാം, അല്ലയോ? ബാ, ഇത് നല്ല രസമുണ്ട് ഈ വഴിയൊക്കെ. എന്തിന് ഓട്ടോയിൽ? അത് വേറെ ഓട്ടോ, അയാൾക്ക് അറിയത്തില്ല. അവിടെ കിടന്നൊരു ഓട്ടോ ആയിരുന്നു. അപ്പം അയാൾക്ക് വഴി അറിയത്തില്ലെന്ന് പറഞ്ഞു. അയാൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ല. നമ്മുടെ നാടൻ പ്രാവും കിടക്കുന്നതിനകത്ത് അല്ല, നാടൻ തന്നെ ഇത് വിരുന്ന് ഇത് തന്നെ മക്കൾക്ക് പറഞ്ഞിട്ടുണ്ടോ? അലക്കും വെള്ളം കേൾക്കും. നല്ല ഇവന്മാരാണ് നോക്കുന്നേ. ഇല്ല, അവനല്ലേ നോക്കുന്നേ. ആടിനെ ഇതിനകത്ത് എവിടെ വളർത്തൂടെ? ആടും കോഴിയും മുയലും എല്ലാം ഉണ്ട്. എന്നാലും നമ്മൾ കണ്ടിട്ട് ഇതുവരെ. അപ്പൊ നമ്മൾ ഫൈനലി നമ്മൾ എത്തേണ്ട അടുത്ത് എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇവരെ കാണാനാണ് നമ്മൾ വന്നത്. അപ്പൊ നമ്മൾ കാണാൻ വന്ന ആളുടെ 2 മക്കളായത്. ഇത് 3. ഒരാളുകൂടെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആളിനെ കൊണ്ടുവരും. മെയിൻ ആള് കണ്ടിതാ, നമുക്ക് കമന്റ് ഇട്ട ആള് കണ്ടിതാ.
അപ്പൊ സത്യത്തിൽ ഞാൻ വന്നത് എന്തെന്നറിയാമോ? അല്ല, ഞാൻ പറഞ്ഞത് ഇത്ര നേരം ഞാൻ ഇൻട്രോ പറഞ്ഞു വെച്ചിരുന്നത് നമ്മുടെ യൂട്യൂബില് കമന്റ് ഇട്ട ഒരാളിനെ തപ്പി ഞാൻ ഇറങ്ങിയതാന്നാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ യൂട്യൂബിൽ കമന്റ് ഇട്ട് എന്തെന്ന് അറിയണ്ടായോ? അല്ല, അതല്ല, ആദ്യത്തെ കമന്റ് നീ മറന്നുപോയോ? അതായത് എന്തായിരുന്നു, +2 ബാച്ച് ഓർമ്മയുണ്ടോ, സയൻസ് ബാച്ച് ഓർമ്മയുണ്ടോ, പിന്നെ എന്തായിരുന്നു? അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചെന്ന് പറയാമോ, ബെഞ്ചുമേറ്റ് ആണെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് നേരത്തെയും അങ്ങനെ യൂട്യൂബിനകത്ത് കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ, ജാസ്മിൻ ഓർമ്മയുണ്ടോ. അപ്പം ഇത് നോക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല ആരാണെന്ന്, നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഓർത്ത് അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. അപ്പോഴത്തേക്ക് ഞാൻ വെച്ച് വേറെ ആരെങ്കിലും ആയിരിക്കും, അറിയുന്നില്ല. അപ്പൊ അതിലെല്ലാം വലിയ രസം, ഞാൻ ജീവിതത്തിൽ കാണണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ഒരു ഇടയ്ക്കൂടെ കമന്റ് വരികയാണ് കേട്ടോ, സത്യമായിട്ട്. അതായത് +2 ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച കേട്ടോ. +2 കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ഞങ്ങൾ അവസാനമായിട്ട് കണ്ടത് 2005 ഏപ്രിൽ 27. നിനക്ക് ഡേറ്റ് ഓർമ്മയുണ്ടോ? ഇല്ല, ഇന്നലെ ഞാൻ പറഞ്ഞപ്പോഴും അവളുടെ ഡേറ്റ് ഓർമ്മയുണ്ട്. ഇവളാണ് എന്നെ കാണാൻ വന്നത്. അപ്പോഴും ഞാൻ അങ്ങോട്ട് പോയതല്ല, ഇവളെന്നെ കാണാൻ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രാവശ്യം ഇവള് വന്നപ്പോൾ ഞാനില്ല. അങ്ങനെ കണ്ടതാ. പിന്നെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് അന്നൊന്നും ഈ ഫേസ്ബുക്കും ഇതൊന്നും ഇല്ലല്ലോ. പിന്നെ കഴിഞ്ഞ് ഞാൻ പിന്നെ പഠിക്കാൻ പോയി, ഇവളുടെ കാര്യം നോക്കി ഇവളും പോയി. പിന്നെ ഒരു ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ പിന്നെ കൂടെ പഠിച്ച പിള്ളേരെയൊന്നും കാണുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ FB എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത് തപ്പും, റാണി പൊൻരാജ്. ഇവളുടെ പേര് അങ്ങനെ, റാണി പൊൻരാജ് എന്നാ പേര്. അപ്പൊ ഞാൻ ഇങ്ങനെ തപ്പുന്നുണ്ട്, റാണി പൊൻരാജ് ഉണ്ടോ? ഇല്ല, ഫേസ്ബുക്കിലൊന്നും ഇല്ല. പിന്നെ ഇൻസ്റ്റ ഒക്കെ എടുത്ത് നമ്മൾ ഇപ്പോഴില്ലയോ, അന്നൊന്നും ഫോണൊന്നും ഇത്ര വലിയ എല്ലാവരുടെ കയ്യിലൊന്നും ഫോണും കാര്യങ്ങളൊന്നും ഇല്ല. കൂട്ടുകാരെ കണ്ടുപിടിക്കാനും വഴിയില്ല. ഇവിടെ തിരക്കി. ഇവളുടെ വീട് ചാരിമൂട്ടിലായിരുന്നു. ഞാൻ ചാരിമൂട്ടിൽ 1-2 പ്രാവശ്യം പോയി, പക്ഷെ ഇവരുടെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. പിന്നെ ആണെങ്കിൽ കൂടെ പഠിച്ച കുറേ പിള്ളേരെ വേറെ എവിടെയൊക്കെയോ വെച്ചൊക്കെ കണ്ടിട്ടുണ്ട്. ഇവളുടെ കാര്യം ചോദിക്കുമ്പോൾ ഇവളെവിടാന്ന് ആർക്കും അറിയത്തില്ല, ഒരു മനുഷ്യർക്കും അറിയത്തില്ല. ഇവളെ മാത്രം ആർക്കും അറിഞ്ഞൂടാ. ബാക്കി എല്ലാവരും ഓരോ ഗ്രൂപ്പിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, എല്ലായിടും ഉണ്ട്. ഇവള് മാത്രമേ ഇവിടെയില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമായിരിക്കുമോ അങ്ങനെ വിചാരിച്ചിരുന്നു. എന്തായാലും എൻ്റെ യൂട്യൂബ് കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടായി. ഇന്ന് തന്നെ കളഞ്ഞു പോയ കൂട്ടുകാരിയെ കണ്ടുകിട്ടി. അതായത് ഇവള് കമന്റ് ഇട്ടപ്പോൾ ഞാൻ അറിഞ്ഞില്ല ഇവളുടെ ഇതിലല്ലല്ലോ ഇട്ടേക്കുന്നത്. അപ്പം ബെഞ്ചുമേറ്റ് ആന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് അന്ന് പഠിച്ച വേറെ ഏതെങ്കിലും പിള്ളേരായിരിക്കും. പിന്നെ രണ്ടാമത് ഈ റാണി എന്തോ ഇട്ടത്, ഞാൻ റാണിയാണെന്ന് അങ്ങനെ എന്തോ ഇട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. റാണി ഇതിനകത്ത് വന്നല്ലോ. പെട്ടെന്ന് അങ്ങനെ വരുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ, കാണുമെന്നും പ്രതീക്ഷിച്ചില്ല. ഇത്രയും നാൾ എങ്ങനെ കണ്ടുപിടിച്ചെന്നും അറിയത്തില്ല. ഞാൻ ഇൻസ്റ്റ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റയ്ക്കകത്ത് തപ്പും, റാണി പൊൻരാജ് ഇല്ല, എവിടെയില്ല. അങ്ങനെ ഞാൻ ഇവള് യൂട്യൂബിൽ കമന്റ് ഇട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇൻസ്റ്റ ID കൊടുത്തിട്ട് പറഞ്ഞു, അതിനകത്തോട്ട് നിന്റെ ഫോൺ നമ്പർ സെൻഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഫോൺ നമ്പർ ചിലപ്പോൾ നീ വിചാരിച്ചു ഞാൻ വിളിക്കുമെന്ന് വിചാരിച്ചതേ അല്ല. പക്ഷേ ഇവളെ നമ്പർ ഇട്ട് അപ്പം തന്നെ ഞാൻ തിരിച്ച് വിളിച്ചില്ലയോ. അന്നേരം ഞാൻ തന്നെ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നത്. അപ്പം പിന്നെ ഞാൻ തിരിച്ച് വിളിക്കാതിരിക്കത്തില്ലല്ലോ, അല്ലയോ. അപ്പം കുറച്ച് ദിവസമായിട്ടുള്ളൂ, ഇപ്പം ഇച്ചിരി ദിവസമല്ലേ ആയുള്ളൂ, 1 മാസമായിട്ട്. 1 മാസമായി കാണും. 6-ാം തീയതി വിളിച്ചില്ലേ ഡേറ്റ്? അത് ഡേറ്റ് ഓർമ്മയുണ്ട്, 6-ാം തീയതി വിളിച്ചത്. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇപ്പം നാട്ടിൽ വന്നപ്പോൾ എന്തായാലും വരണം, ഇല്ലയോ. ഭയങ്കര ഒരു ആഗ്രഹം. എന്തായാലും ഇവളെ കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളത്. കാരണം ഇത്രയും കാണണം എന്ന് ആഗ്രഹിച്ച ഒരാളിനെ ഇവിടം വരെ വന്നിട്ട് കാണാതെ പോകുന്നത് ശരിയാണ് അല്ലല്ലോ. അപ്പം ഞങ്ങൾ പടതല ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച കേട്ടോ. ഞങ്ങൾ +2 സയൻസ് ബാച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ബാക്കിയുള്ള പിള്ളേരെല്ലാം താഴെ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മുടെ റാണി പൊൻരാജിനെ ഞാൻ പൊക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള പിള്ളേർ കുറച്ച് പേരൊക്കെ അടൂരൊക്കെ വെച്ചും ഒരിടത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അവരെല്ലാം ഇങ്ങനെ ഗ്രൂപ്പും ഒക്കെ ഉണ്ട്. ഇതെവിടേ ഇല്ല. പക്ഷെ എന്നെ ആയിരുന്നു എല്ലാവരും കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ യൂട്യൂബ് ഇൻസ്റ്റ ഒക്കെ തുടങ്ങിയപ്പോൾ ഇപ്പം എന്നെ എല്ലാവരും കണ്ട്, നിന്നെ അതുപോലെ ഇല്ല. അതുകൊണ്ട് എന്തായാലും നമ്മുടെ യൂട്യൂബ് കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടായത് ഇല്ല. എന്നാലും അടുത്തുണ്ടായിട്ട് കാര്യം കാണുന്നില്ല സത്യം. അത് ശരിയാ, ഇവള് മാത്രമേ ഉള്ളായിരുന്നു. ചാരുമൂട്ടിൽ നിന്ന് വരുന്നത് ഇവള് മാത്രമേ ഉള്ളായിരുന്നു. എന്നാലും പിന്നെ നീ +2 കഴിഞ്ഞിട്ട് നിന്റെ ഒരു അനക്കവും ഇല്ലായിരുന്നല്ലോ. ചാരുമൂട്ടി തന്നെ ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോയി. ഇത് പഞ്ചവർണ്ണത്തത്തയാണോ? പഞ്ചവർണ്ണത്തത്ത.
എല്ലാവരും ഇരിക്കുന്നത് നോക്കി. ഇതൊന്ന് കാണിച്ചോലെ. ഞാൻ വരുന്ന പ്രമാണിച്ച് സ്പെഷ്യൽ ഉണ്ടാക്കിയതാ ഇത്. കക്ക ഇറച്ചി, ബീഫ് കറി, മോര് കറി, കേട്ടോ, കൂരിക്കറിയാണ്. കൂരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല, തേടാന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എനിക്ക് ഒരു കൂരി എന്ന് പറഞ്ഞു. എന്താ ആവശ്യത്തിനുള്ളത്? ആവശ്യത്തിനുള്ളതേ ഉള്ളൂ. അത് നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ്. നമ്മൾ വെച്ചാൽ ഇത്രയും ചോറൊക്കെ വിളമ്പി ഇന്നോട് കഴിക്കുമോ? ചോറ് കഴിക്കുമോ? അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് റാണി ഉണ്ടാക്കിയ സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ചിട്ട് കക്കയിറച്ചി എല്ലാം കഴിച്ചിട്ട് ഇനി ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോകാം കേട്ടോ. നമ്മളുള്ളത് ആലപ്പുഴയിൽ ഇല്ലയോ? അതുകൊണ്ട് രണ്ടുപേരും അവിടെ പറയും. ഇതൊന്നും കാണിച്ച്. ഈ വഴികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അടുത്തടുത്ത് തൊട്ടടുത്തടുത്ത് വീടുകളാണ്. എനിക്ക് സത്യത്തിൽ ഇറങ്ങി ആണോ? ഏതാ മറ്റേ അടുത്തെങ്കിലാണോ? നമ്മൾ പോകുന്ന വഴിയിലാണോ? ഇത് ഞാൻ പിടിക്കട്ടെ അത്. അപ്പോൾ അത് മേടിച്ച് പിടിക്കുമോ? അവിടെ പോയി വാങ്ങിച്ച് വീഡിയോ എടുക്കില്ല. മാങ്ങ നമ്മുടെ സിറ്റൗട്ടില് എടുക്കണം. അങ്ങനെ വന്ന് വേണം നമ്മൾ റെയിൽവേ ട്രാക്കിലെത്തി. ഇവിടെ വീടിൻ്റെ തൊട്ട് ബാക്ക് വശം റെയിൽവേ ട്രാക്കാണ്. എവിടെയാണ് ട്രെയിനിലല്ലേ ഇപ്പോഴും കാണാൻ വരുമോ? ഓ ഇവരുടെ ബാക്കിൽ തന്നെ റെയിൽവേ ട്രാക്കാണ്. ആ എപ്പോഴും ട്രെയിനിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടുണ്ട്. എപ്പോഴും ട്രെയിനിൻ്റെ സൗണ്ടാണ് നമുക്ക് കണ്ടത് വേണം. ശരിയാ, ഇവർക്കൊന്നും അറിയത്തില്ല. ഞാൻ പക്ഷേ ആലപ്പുഴ ബീച്ച് എനിക്കൊന്നും ഒരു പ്രാവശ്യം എന്തോ വന്നിട്ടുള്ളൂ. അധികമൊന്നും വന്നിട്ടില്ല അന്ന്. ആണോ? രണ്ടാമത്തെ പോകുന്നു ഒരു ലക്ഷമില്ലേ അമ്മക്കാടെ എല്ലാം കൂടെ വന്നാണ്. എങ്ങനെ ഇറങ്ങി നടക്കാത്തോണ്ടാണ് നല്ലൊരു വഴിയൊക്കെ കണ്ട. ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോകുന്ന വഴിയായത്. ആ ഓട്ടോ കവിത കഴിഞ്ഞ് പോയിട്ട് വേണമെങ്കിൽ ഓട്ടോ വിളിച്ചു പോകുന്നു. ഞാൻ എന്തായാലും നടന്നു പോകാമെന്ന് വിചാരിച്ച്. രസമുണ്ട് ഇവിടെല്ലാം ഞാൻ കണ്ടും കേട്ടൊക്കെ പോകാമല്ലോ. ഇങ്ങനെ വന്ന് ആലപ്പുഴയിൽ കറങ്ങി അടിച്ച് നടക്കുക. അവന്മാരോട് കുഞ്ഞുങ്ങളോട് തെങ്ങുണ്ട്, കോഴി, ആട്. ഇതേ ഇവിടുത്തെ മാർക്കറ്റ് പൂങ്കാവ് അല്ലയോ? ആലപ്പുഴയിലെ പൂങ്കാവാണ് ഇവിടുത്തെ മാർക്കറ്റ്. ഇവരുടെ വീടിനടുത്ത് തന്നെ എല്ലാ സംഭവം ഉണ്ട്. അതുകൊണ്ട് റേറ്റ് ആണല്ലയോ? പൂങ്കാവ് പള്ളി ആണല്ലയോ? ആ ഇതാണ് സ്കൂള്. ഇവർ രണ്ടുപേരും പഠിക്കുന്ന സ്കൂള്. അതുകൊണ്ട് മേനെ മേരി മാധവര് പഠിക്കുന്ന സ്കൂള്. ആണോ? അപ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് ഒരു 2 മിനിറ്റ് ഇങ്ങോട്ട് നടക്കാനില്ല സ്കൂളിലോട്ട് അല്ലയോ? റെയിൽവേ 9:10 ബെല്ലടിക്കും, 9:07 വീട്ടിൽ തന്നെ കാണും. വെള്ളം കുടിച്ചാലോ? ഫൈനലി നമ്മൾ ആലപ്പുഴ ബീച്ചിലെത്തി എല്ലാവരും കൂടെ. ആണോ? മുടി പൊങ്ങിയിരിക്കുന്നു, കാറ്റെടുക്കുന്നു.
ഓർത്തോണം, എല്ലാവരും ഓർത്തോണം. നമുക്ക് വെള്ളം കുടിക്കാം. സർബത്തുണ്ടോ? സർബത്ത് നമുക്കിവിടെ വെക്കാം. ഇനി അപ്പൂരെന്താ വേണ്ടേ? കുലിക്കയുടെ പിസ്ത ഉണ്ടോന്ന്? ഓറഞ്ച് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. സ്ട്രോബെറി വേണം, ഗ്രീൻ ആപ്പിൾ ഒരു ഓറഞ്ച്. മോൻ എന്താ വേണ്ടത്? ഓറഞ്ച് എന്തെങ്കിലും മതിയോ? ഒരാൾക്ക് ഗ്രീൻ ആപ്പിള്. ആ മോക്ക് എന്താ വേണ്ടത്? ഹസുവിന് എന്താ വേണ്ട പറ. അവൾക്ക് അവൾക്ക് പൈനാപ്പിൾ നല്ലതായിരിക്കും. അപ്പൊ ഒരു കാര്യം, ഞങ്ങൾക്ക് 3 പേർക്കും പൈനാപ്പിൾ. ആ പക്ഷെ അതിനകത്ത് നിനക്ക് തണുപ്പ് വേണം വേണം അവൾക്ക് ഒരാൾക്ക് തണുപ്പ് വേണ്ട, ബാക്കി എല്ലാവർക്കും തണുപ്പ് വേണം. പിന്നെ ഇനി അച്ഛൻ എന്താ വേണ്ടത്? പൈനാപ്പിളിന് മതിയോ? ട്രൈ ചെയ്യുന്നോ? ഏതാ കക്ക? ഇതെന്താ സംഭവം? ഇതെന്താ? ചിക്കൻ 65 കട്ട്ലറ്റ്. എന്തിനാ? ചിക്കൻ്റെയാ? വേണ്ടേ കപ്പ. കക്ക നല്ല ഡ്രൈ കക്ക, നല്ല ഡ്രൈ ആക്കി വെച്ചേക്കുന്നുണ്ട്. ഒരു കക്ക മറ്റേ ബജ്ജി ഞങ്ങൾ പോയിട്ട് നമുക്ക് കറി നോക്കി ഉപ്പിലിട്ട സാധനങ്ങൾ. ഇതൊക്കെ എത്ര ഒരു ബോട്ടിൽ? 50 രൂപയോ? ഒരു പീസ് വല്ല മേടിക്കും. അങ്ങനെ മേടിക്കും. പൈനാപ്പിൾ എത്ര ഒരു പീസ്? എനിക്ക് പൈനാപ്പിൾ മതി. മുളകിൽ പൈനാപ്പിൾ ഇട്ടിട്ടുണ്ടോ? അമ്മമാർക്ക് കൊടുക്കുന്നു. ഇഷ്ടമല്ലേ? അപ്പൊ ഒന്നും മതി. എടുക്കട്ടെ. എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് പൈനാപ്പിളിനോട്. പിന്നെ കഴിക്കുന്ന നല്ല മധുരമുള്ള പൈനാപ്പിൾ. അയ്യോ അതിനകത്ത് ആളുണ്ടല്ലോ. അയ്യോ അവിടെ ഇന്ന്. അയ്യോ നമ്മൾ ഇവിടെ എന്താണ് ഇറങ്ങുമോ? നോക്കി തിരിച്ചു പോവാ. ആയി താന്നു വന്നു. ഞാനെങ്ങാണെന്ന് ഛർദ്ദിച്ച് വാരിയെന്ന് ഇതോ പോയി. അയ്യോ ഇവിടെ ഇറക്കിയാ പോരായിരുന്നു. ഇറങ്ങി. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കൂട്ടുകാരിയെയും അവരുടെ ഫാമിലിയെയും കാണാൻ പറ്റും. ശരിയാണോ? നീ ഇവിടെ കുറച്ച് നേരം കറങ്ങിയിട്ട് ഞങ്ങൾക്കിനി നേരെ ബസ്സിലും കയറി. ട്രെയിനിന് പോകുന്നില്ല. ട്രെയിൻ 5 മണിക്കുണ്ട്, പക്ഷേ ട്രെയിനിന് പോകുന്നില്ല. ബസ്സിനാണെങ്കിൽ എപ്പോഴും ബസ്സുണ്ടല്ലോ. ബസ്സിൽ കയറി നേരെ അങ്ങ് പോകാം. അപ്പോൾ അതെ അമ്മയും മോനെ കണ്ടോ? അതുകൊണ്ട് പോകുന്നു. അവനെന്തേ? കൂടെ ഉള്ളവന്നുകൊണ്ട് അങ്ങ് പോയി. എല്ലാ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അങ്ങോട്ട് കാണിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു. ഇപ്പം നല്ല ബീച്ചൊക്കെ സജീവമായി, ഒരുപാട് ആൾക്കാരായി. അപ്പം നമുക്ക് തിരിച്ചു പോകാം. സമയമായി 4:45. നമുക്ക് അതെ. ഏതാ മാങ്ങ വേണ്ട? ഉപ്പും മുളകും പരത്തിയത് വേണം, ഉപ്പിലിട്ടത് വേണം. ഉപ്പും മുളകും എല്ലാം ചേർത്ത മാങ്ങ. അപ്പം റാണി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എന്നെ കണ്ടിട്ട്, അടുത്ത വർഷം വരാം. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എന്നെ സന്തോഷം. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് കണ്ടിട്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും കാണുന്നില്ല. എന്താ പറ്റി? അതൊക്കെ ഉണ്ട്. ഉണ്ടോ? അവനെയും വിളിച്ചേ. ഞങ്ങളുടെ ജാസ് ബ്ലോഗിന് ഒരു ഹായ് പറ. ഹായ്. എവിടുന്നാന്ന് പറ? ആലപ്പുഴയിൽ നിന്നും. പൂങ്കാവിന്ന്. ആരാ പേരെന്താ? അബിൻ. എന്നിട്ട് വീഡിയോയിൽ തിളങ്ങിയെന്ന് പറയണേ. ആ ഓക്കെ.
എന്നാലും കൂട്ടുകാരോടൊക്കെ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു അല്ലേ? കുറേ ദിവസം കൂടിയിട്ടല്ലേ നിങ്ങൾ ബീച്ചിൽ വരുന്നത്? അപ്പം ഞങ്ങൾ വരേണ്ടി വന്ന് നിങ്ങൾ ബീച്ചിലോട്ട് വരാൻ ഇല്ലയോ? അടുത്ത് കിടന്നാൽ അങ്ങനെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നാണ് പറയുന്നത്. എന്തുവാ? ചുമ്മാ അല്ല മുറ്റത്തെ മുല്ല വെക്കാത്തതെന്ന് എല്ലാവരും എനിക്കിട്ട് താങ്ങുവാന്നല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ആലപ്പുഴ വന്നിട്ട്? അപ്പോൾ പറ. അപ്പം ഞങ്ങൾ പോട്ടെ. അതെ, ഇതേ നല്ല മഴ വരുന്നു, നല്ല മഴക്കോള് വരുന്നു. പോകാം. അതെ, ഞങ്ങളുടെ അവിടെയൊക്കെ നല്ല മഴയാണെന്ന് വിളിച്ചാൽ പറഞ്ഞു. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ എല്ലാവരോടും ഒരു ബായ് പറഞ്ഞേ, ഒരു ബായ് പറഞ്ഞേരെ. അപ്പോൾ കാണാം. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ വരാം. ഓക്കെ, ടാറ്റാ.